ഇറാനും അമേരിക്കയും ഇന്ന് വീണ്ടും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പരസ്പരം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു അപ്പാച്ചി ഹെലികോപ്റ്റർ ഹോർമുസ് കടലൊടുക്കിൽ തകർന്നു വീണിരുന്നു. ഇതിന് പിന്നിൽ ഇറാനാണെന്നാണ് അമേരിക്ക പറയുന്നത്. അതിനുശേഷമാണ് ഇറാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത്. ഇറാൻ ഇതിന് തിരിച്ചടിയായി അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള അവരുടെ 5ാം പടക്കപ്പലിൻ്റെ സാന്നിധ്യമുള്ള ബഹ്റൈനിൽ ഒക്കെ തിരിച്ചടിച്ച് നടത്തുകയും ചെയ്തു. പക്ഷേ പറഞ്ഞു വരുന്നത് അതിന് 2 ദിവസം മുമ്പാണ് ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നത്. ആ ആക്രമണത്തിന് മുമ്പ് ഇറാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾ സമാധാന താൽപരരാണ്, ഞങ്ങൾ കരാറിൻ്റെ വഴികൾ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ മറ്റൊരു ഭാഗത്ത് ലെബനനെ തുടർച്ചയായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൈറൂത്തിലേക്ക് ആക്രമണങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തെ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു പരമാധികാര രാജ്യത്തേക്ക് ഇസ്രായേൽ അധിനിവേശം നടത്തിയാൽ അത് ചോദ്യം ചെയ്യാൻ ഇറാൻ തയ്യാറാവുന്നു എന്നതാണ്. നേരത്തെ സിറിയയിലേക്കായാലും ഫലസ്തീനിലേക്കായാലും ലെബനനിലേക്കായാലും തുടർച്ചയായ അധിനിവേശങ്ങൾ ഇസ്രായേൽ നടത്തിയപ്പോൾ ലോകത്തൊരിടത്തു നിന്നും അതിനെതിരെ ഒരു ചെറുവിരലനക്കാൻ ആരും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോഴുണ്ടായ ഒരു സാഹചര്യം, ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആക്രമണങ്ങൾ ലെബനനിലെ ബൈറൂത്തിനെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ഒരു കരാറുണ്ടാകുന്ന സമയത്ത് തുടർന്നു കൊണ്ടേയിരിക്കുമ്പോൾ, കരാറിനപ്പുറം ഇസ്രായേൽ ഈ തെമ്മാടിത്തരം കാണിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ആ തിരിച്ചാക്രമണം നടത്തുകയും ചെയ്തു. അപ്പോഴും അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞു, തിരിച്ച് നിങ്ങൾ നടപടി സ്വീകരിക്കരുതെന്ന്. അമേരിക്ക അപ്പോൾ ആ സമയത്ത് നേരിട്ട് ഈ വിഷയങ്ങളിൽ ഇടപെട്ടില്ല എന്നതും, ഇസ്രായേൽ മാത്രമാണ് ഇറാനെ ആക്രമിച്ചതെന്നും അമേരിക്കയുടെ മറ്റു പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും ഇതിനെ ഇറാനെതിരായ ആക്രമണമോ ഇസ്രായേലിനെതിരായ ആക്രമണത്തിലുള്ള പ്രതിരോധമോ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതും വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറിമറിയുകയാണ്, ലോക സാഹചര്യങ്ങൾ മാറിമറിയുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഇസ്രായേലിൻ്റെ അപ്രമാദിത്വം, ഇസ്രായേൽ എവിടെ കയറി അടിച്ചാലും, ഇസ്രായേൽ എവിടെ കയറി അധിനിവേശം നടത്തിയാലും ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ള സാഹചര്യം മാറിയിരിക്കുന്നു. ബൈറൂത്തിലേക്കും ലെബനൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേൽ അവരുടെ ആക്രമണം കടുപ്പിച്ചപ്പോൾ ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ മറ്റൊരു രാജ്യത്തേക്ക് അധിനിവേശം നടത്തുമ്പോൾ അതിന് ചോദ്യം ചെയ്യാൻ ഒരു രാജ്യം തയ്യാറായിരിക്കുന്നു, അവർ അതിന് പ്രാപ്തമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത. നേരത്തെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാനിൽ നടത്തിയ വമ്പൻ ആക്രമണങ്ങൾ, അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനിയുടെ വധം, അലി ലാർജാനിയെ പോലെയുള്ള അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ വധിക്കൽ, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇറാൻ്റെ പ്രതിരോധശേഷി ഇപ്പോഴും വളരെയധികം കൂടുതലാണ് എന്നും അതിശക്തമാണ് എന്നുമാണ് ഇത് കാണിച്ചു തരുന്നത്. നിലവിലുള്ള ലോകക്രമത്തിൽ ഇസ്രായേൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ അധിനിവേശ ശക്തിക്കെതിരെ, ലോകത്തിലെ സാമ്രാജ്യത്വത്തിൻ്റെ അധിപന്മാർക്കെതിരെയുള്ള ഒരു പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ രൂപമായി ഇറാൻ മാറുന്ന കാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.